അങ്ങനെ AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ നിർമ്മാതാക്കൾ എന്ത് ആശങ്കപ്പെട്ടിരുന്നോ അത് തന്നെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അലയൊലികളാണ് ഈയിടെ കൊച്ചു കേരളത്തിൽ നമ്മൾ കണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ മുഖം കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വാട്സപ്പ് ചാറ്റിലൂടെയാണ് ഈ അധോലോക സംഘം പണം തട്ടിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏറെ അത്ഭുതത്തോടെ അതോടൊപ്പം തന്നെ ആശങ്കയോടെ കാത്തിരുന്ന ഈ AI യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷകനാണോ അതോ അന്തകനാണോ? ലോകത്ത് വികസനം ആവശ്യമാണ്. ശിലായുഗ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് മാനവരാശിയുടെ ധാർമ്മികതയ്ക്കും നിലനിൽപ്പിനും വെല്ലുവിളിയാകാത്ത രീതിയിലാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വിലയിരുത്തിയവരൊക്കെ തന്നെ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: ലോകത്ത് ഇന്ന് വരെ കാണാത്ത വലിയ വികസനമാണ്, വലിയ തരത്തിലുള്ള മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് വന്നപ്പോൾ എത്രമാത്രം മാറ്റങ്ങളാണ് ലോകത്തിലുണ്ടായത്. അതിനേക്കാൾ 1000 ഇരട്ടി മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതുകൊണ്ട് തന്നെയാണ് AI കുറിച്ച് കൂടുതൽ ആശങ്ക ഉയർന്നു വരുന്നത്. അതിനാക്കം കൂട്ടുന്ന രീതിയിലാണ് ഈയിടെ AI നിർമ്മാതാക്കൾ തന്നെ നടത്തിയ പ്രസ്താവന ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിൻറ്റൺ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഗൂഗിളിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇതാണ്: AI ഭാവിയിൽ മനുഷ്യനേക്കാൾ കൂടുതൽ ബുദ്ധി കാണിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ AI ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നു, അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇനിയും ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് വോസ്നിയാക്ക് പറയുന്നു, AI ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിലും അദ്ദേഹത്തിന് പിൻവാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. കണ്ടുപിടുത്തങ്ങളിൽ ആശങ്കപ്പെട്ട ദുഃഖിതരായ നിരവധി പേരെ നമ്മൾ ലോകചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. തൻ്റെ ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ്, ശാസ്ത്രീയ സമവാക്യങ്ങളാണ് പിന്നീട് ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട വ്യക്തിയാണ് മഹാനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. തൻ്റെ സമവാക്യത്തിലൂടെയാണ് ആറ്റം ബോംബ് കുബുദ്ധികൾ കണ്ടെത്തുകയും അത് പിന്നീട് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയിലെ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് ഇടയാക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഏതൊരു കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷവും അതിന് പ്രതി പശ്ചാത്തപിച്ചതിൽ ഒരു ഉപയോഗവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ മുമ്പ് തന്നെ അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് പല അനുഭവങ്ങളും ഈ ലോക ചരിത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരുപക്ഷെ സിനിമയാണെങ്കിൽ കൂടി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള സിനിമ യന്തിരൻ എന്ന് പറയുന്ന സിനിമ. സുപ്രസിദ്ധ ചലച്ചിത്ര താരം രജനീകാന്ത് ജീവൻ പകർന്ന ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു താൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ആ യന്തിരൻ എന്ന് പറയുന്ന ആ ചിട്ടി റോബോട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ വിഷമത്തോടെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിനെ തകർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നൊക്കെ നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. സിനിമയിൽ ഇത് സാധ്യമാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ, യഥാർത്ഥ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഒരുപക്ഷെ കുബുദ്ധികളുടെ കൈകളിൽ എത്തിപ്പെടുകയാണെങ്കിൽ, അത് ഈ ലോകത്തിന് വിനാശകരമാകുകയാണെങ്കിൽ, മാനവരാശിയുടെ രക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ മാനവരാശിയുടെ അന്തകനായി മാറുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തേണ്ടിയിരിക്കുന്നത്. ഈ നിർമ്മിത ബുദ്ധി ഹൃദയമില്ലാത്ത ജീവിയാണെന്നാണ് പറയാറ്. അതിന് ഹൃദയമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി മാത്രമല്ല, അവന് ഹൃദയമുണ്ട്, അതായത് മനസ്സുണ്ട്. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ കാണുമ്പോൾ, മനുഷ്യരുടെ സഹജീവികളുടെ വിഷമം കാണുമ്പോൾ അവനും വിഷമം വരാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉപകരണങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ വിനാശകരമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ആന്ത്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് മനുഷ്യൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന. നമുക്കത് വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു
ഒരു കാര്യമായിട്ട് അത് തോന്നി. പക്ഷേ ഇനി വിദൂര ഭാവിയിൽ ഞാൻ ഇതിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ അടുത്ത കാലത്തൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. അവിടെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് റോബോട്ടാണ്. റോബോട്ട് ചേട്ടനാണ് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുന്നതെന്നുള്ളത്. അത്രമാത്രം ലോകം വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മളുടെ കുഗ്രാമങ്ങളിൽ പോലും, നഗരങ്ങളിൽ മാത്രമല്ല കേരളത്തിലും നമ്മൾ ഒരുപക്ഷെ കടന്നു പോകുമ്പോൾ ഹായ് റോബോട്ട് ചേട്ടാ, ഹൗ ആർ യു, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടില്ല എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ സാങ്കേതിക സർവകലാശാലകളിലും ഏറ്റവും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇഷ്ട വിഷയമായി മാറിയിരിക്കുകയാണ് AI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വ്യാപിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ ബെനഫിറ്റുകളുണ്ട്, ഗുണങ്ങളുണ്ടെന്നുള്ളത്. ഇന്ന് എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ തന്നെ ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളിൽ എത്രമാത്രം മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി ഉണ്ടായിരിക്കുന്നത്. തുടർന്നും മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ്. എന്നിരുന്നാലും കുബുദ്ധികളുടെ കൈകളിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ എന്ന് ചുരുക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.